ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരോടും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായല്ലേ ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട്, അപ്പം നമ്മൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്നത്തെ വ്ളോഗ് വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്ര പോകലാണ്. യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്ര. മിക്കവരുടെ ലൈഫിലും ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവുമല്ലേ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്രകളും അതുപോലെ തന്നെ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് നടക്കാതെ പോയ യാത്രകളും, എന്തിനേറെ പറയുന്നു വാട്സപ്പിൽ ഗ്രൂപ്പ് വരെ തുടങ്ങിയിട്ട് ചീറ്റിപ്പോയ യാത്രകളും ഉണ്ടാവും. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കെങ്കിലും. അപ്പം നമ്മളുടെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്രയാണ്. അതിന് വലിയൊരു റീസണും കൂടി ഉണ്ട് കേട്ടോ. നമുക്കൊട്ടും സമയവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു യാത്രയാണിത്. ആ സമയമില്ലായ്മ എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. നമ്മൾ പുലർച്ചെ 2 മണിക്കാണ് കേട്ടോ ഈ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയത്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഫാമിലി ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ ബ്രദറിൻ്റെ ഫാമിലി ഉണ്ട്. ചായ പിടിച്ചാ? ചായ പിടിച്ചു. എവിടെ പോണു? മൂന്നാർ. സെറ്റ്. ഈ സെറ്റായ ആളാണ് കേട്ടോ എൻ്റെ നാത്തൂന്. എനിക്ക് ടോട്ടൽ 2 ബ്രദേഴ്സാണ് ഉള്ളത്. അതിൽ രണ്ടാമത്തെ ബ്രദറിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഒരു യാത്ര തിരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ യാത്ര തുടങ്ങി, അതായത് മതിലകത്ത് നിന്ന് യാത്ര ആരംഭിച്ച് SN പുരം എത്തിയപ്പോഴേക്കും നമ്മൾക്ക് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിക്കും. മെയിനായിട്ട് ഇവിടെ കയറിയത് ഇവിടുത്തെ സ്നാക്സ് ഒക്കെ അടിപൊളിയാണ്. ഞങ്ങളുടെ മിക്ക യാത്രകളും ബൈക്കിലാണ് കേട്ടോ. കാറിലും പോകാറുണ്ട്, പക്ഷെ കൂടുതലും ഞങ്ങൾക്ക് ബൈക്കിൽ പോകാനാണ് ഇഷ്ടം. ഈ തുറന്ന് കിടക്കുക എന്നൊക്കെ പറയൂലേ, അതുപോലെ തന്നെ കാറിലാവുമ്പോൾ കുറച്ച് അടച്ചു പൊട്ടി പോണ പോലെ ആയിരിക്കും. പക്ഷേ ഈ മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും കാറിൽ പോയിരുന്നെങ്കിൽ എന്ന്. എന്നാലും ബൈക്കിന് അതിൻ്റേതായൊരു കംഫർട്ടുണ്ട്, കാറിന് അതിൻ്റേതായൊരു കംഫർട്ടുണ്ട്. അപ്പം നമ്മൾ ഇറങ്ങി കുറച്ചായപ്പത്തിനും നല്ലൊരു മഴയും പെയ്തിട്ടോ. അപ്പം പിന്നെ വൈബോട് വൈബ്. ഏത് വൈബ് മയം അല്ലേ. നമ്മൾ നോർമലി പടിയൂര്, വെള്ളാങ്കല്ലൂർ, ചാലക്കുടി വഴിയാണ് പെരുമ്പാവൂരിലോട്ട് കയറാറ്. പക്ഷേ വണ്ടിക്ക് അത്യാവശ്യമായ ഇന്ധനം നിറയ്ക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ എന്താ ചെയ്തത്, SN പുരത്തുനിന്ന് ഇന്ധനവും നിറച്ച് കൊടുങ്ങല്ലൂർ, പറവൂർ, ആലുവ വഴിയാണ് നമ്മൾ പെരുമ്പാവൂരിലോട്ട് കയറിയത്. യാത്ര തുടങ്ങി കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലോട്ട് കയറിയിട്ടോ. ഫോറസ്റ്റ് ഏരിയയിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം പേടിയായിരുന്നു. കാരണം കാറ്റ്, മഴ, കാട്, പ്രത്യേകിച്ച് രാത്രി. ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ കാണാറില്ലേ നമ്മൾ, ആന ഇറങ്ങണതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊരുപാട് കാണാറുള്ള ആളാണ് കേട്ടോ ഞാൻ. അതാരണം അത്യാവശ്യം നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കുള്ളൊരു ഇതില്ലേ, ഈ ആനയുണ്ട് സൂക്ഷിക്കുക എന്നുള്ള ഒരു പച്ച കളറും ചുമല കളറിലുള്ളൊരു ബോർഡ്, അത് കാണുമ്പോൾ പിന്നെ നെഞ്ചെടുപ്പ് കൂടും. ഒരു പേടിപ്പിക്കുന്ന സ്ഥലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ ഈ ഒരു കാഴ്ചയാട്ടോ കണ്ടത്. അത് മാതാവാണെന്നാണ് എൻ്റെ ഒരു ധാരണ. എനിക്ക് അങ്ങനെ അറിയില്ല, പക്ഷേ എന്താണെന്നറിയില്ല. അവിടെ എത്തിയപ്പോൾ നല്ല രസമായിരുന്നു. അതിനും ഒരു വെളിച്ചവും ആ ഒരു ഇതും കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അത് നോക്കി ഇങ്ങനെ അവിടെ വണ്ടിയിട്ട് അവിടെ നിന്നു. മോള് നല്ല ഉറക്കത്തിലാട്ടോ. മോള് യാത്ര തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഫുൾ ഉറക്കത്തിലായിരുന്നു. ആശാ നല്ല ഉറക്കത്തിലാണ്, ഒന്നും അറിയണില്ല കേട്ടോ. അങ്ങനെ നേരമൊക്കെ വെളുത്ത് നമ്മളെ സൂര്യൻ്റെ വെളിച്ചവും അവിടുത്തെ മഞ്ഞും ഈ ഒരു ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. അതല്ല തമാശ, അവിടെ നിന്ന് ഇവിടം വരെ ഇരുന്നുറങ്ങി കിട്ടുവാനാട്ടോ ഈ കോട്ടുവായിട്ട് കളിക്കുന്നത്. ആൾക്കുറക്കം മതിയിട്ടില്ല. ആശാൻ പിന്നെ എവിടെയായാലും ഉറങ്ങും കേട്ടോ. അങ്ങനെ ഒരു നല്ലൊരു ക്വാളിറ്റി ആൾക്കുണ്ട് കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ കാറിൽ ഉറങ്ങിയിട്ടേ ഇല്ല. എനിക്ക് കാറിൽ ഉറങ്ങുമ്പോൾ എന്തോ ഒരു പേടിയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിശപ്പിൻ്റെ വിളി തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. അവിടെ എന്തോ ഒരു സമരം നടക്കുന്ന സമയമായതുകൊണ്ട് അങ്ങനെ കടകളൊന്നും വല്ലാണ്ട് തുറന്നിട്ടില്ല. വല്ലാണ്ട് നല്ല ഷട്ടർ പകുതി ഇട്ടിട്ടൊക്കെ കേട്ടോ ആൾക്കാർ ഓരോന്ന്. മെയിനായിട്ട് ഫുഡിൻ്റെ ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒരു കടകളും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ടോയ്സിൻ്റെ ആയിക്കോട്ടെ, എന്തെങ്കിലും ഡ്രസ്സിൻ്റെ ആയിക്കോട്ടെ, ഒരു കട അവിടെ തുറന്നിട്ടില്ല കേട്ടോ. അത് കാരണം കൊണ്ട് മക്കളെ കൊണ്ട് പോയ കാരണം കുറച്ച് പൈസയൊക്കെ നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 5 ഇരുന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ അവരുടെ അടുത്ത് ചോദിച്ചു ഇവിടെ എന്തൊക്കെയാണ് ചേട്ടാ ഐറ്റംസ് ഉള്ളതെന്ന്. അപ്പോൾ അവരോരോ പേര് പറഞ്ഞു കൊടുത്തു. അതിൽ ഇഷ്ടപ്പെട്ടത് ഓരോരുത്തർ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ പിള്ളേർ സെറ്റിനോട് ചോദിച്ചു എന്താ വേണ്ടതെന്ന്. തീർച്ചയായിട്ടും അവർ എന്താ പറയുക, ഫ്രൂട്ടി വേണം, മിഠായി വേണം. അപ്പോൾ എന്തായാലും ഒരു ഫ്രൂട്ടി 2 പേർക്കും മേടിച്ചു കൊടുത്തു. 2 പേരും ഹാപ്പി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ഫുഡ് എന്താ പറയുക, ഈ ഇഡ്ഡലി ഉണ്ടായിരുന്നു, അതുപോലെ മുട്ടദോശ, നെയ്റോസ്റ്റ്, അങ്ങനെ മക്കളെ അങ്ങനെ നല്ല സുടുസുടാ സാമ്പാർ, അതുപോലെ വെള്ള ചട്നി, ചുവന്ന ചട്നി, നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ വന്നത്. നമ്മൾ പൊട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു എക്സ്ട്രാ ഒരു മസാലക്കറിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഓൺ ദ വേ ആണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നല്ല ചൂട് പുട്ടിലേക്ക് കൈവള്ളാതെ പുട്ടങ്ങോട്ട് ഉടച്ചിട്ടിട്ട് കുറച്ച് സാമ്പാർ എടുത്ത് ഒഴിക്കാം കേട്ടോ. സാമ്പാർ മാത്രമല്ല, ഒരു തക്കാളിയും അതുപോലെ ഒരു മുരിങ്ങയ്ക്കയുണ്ട്. കൊണ്ടുപോകും മുരിങ്ങയ്ക്ക വീക്ക്നെസ് ആണ് കേട്ടോ. നിലവിൽ അവിടെ സമരം നടക്കുന്നതുകൊണ്ട് ചായ അടിക്കുന്ന ആളെ ഹോട്ടലിൽ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങിയിട്ട് എന്തായി, ഒരു ചായക്കട കണ്ടപ്പോൾ അവിടെ അങ്ങോട്ട് ഇറങ്ങി.
അങ്ങനെ നല്ലൊരു അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ ചേട്ടൻ തന്നു. നമ്മൾ എന്ത് ചെയ്തു, റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് ഉദ്ദേശം. അവിടെ പോയി ഇരുന്ന് ചായ കുടിക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് കേട്ടോ. അങ്ങനെ റോഡൊക്കെ കടന്ന് അവിടെ ഇരുന്നിട്ട് ഈ ചായ കൊണ്ടുള്ള പട്ടിഷോയാണ് നിങ്ങളിവിടെ ഇരുന്ന് കാണുന്നത്. പക്ഷേ സത്യം പറയാലോ, നല്ല രസമായിരുന്നു അവിടെ ഇരുന്ന് ചായ കുടിക്കാൻ. നല്ലൊരു അടിപൊളി ചായ കുടിച്ച് കുറച്ചിങ്ങോട്ട് വണ്ടി നീങ്ങിയപ്പോഴാട്ടോ ഈ ഒരു കാഴ്ച കാണുന്നത്. നല്ല നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന പാറ, അതിൻ്റെ ഇടയിൽ കൂടെ ഇടയ്ക്കിടയ്ക്കുള്ള സൂര്യൻ്റെ വെളിച്ചവും അപ്പോൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങണതായിട്ട് കാണാട്ടോ നമുക്ക്. അപ്പോൾ അവിടെ നിന്ന് ഒരു 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറച്ചങ്ങോട്ട് നടന്നു. ഇവിടെ നിർത്താൻ മീനിട്ടുള്ള കാരണം അതുമാത്രമല്ല കേട്ടോ, വേറെ ഒന്നും കൂടി ഉണ്ട്. 2-3 കാറുകളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇതിൽ പാസ് ചെയ്യുമ്പോൾ. അപ്പോൾ പിന്നെന്തായാലും അവിടെ എന്താണെന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് നടന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുത്തെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു. അത് കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു വെയിലും നമുക്ക് കേൾക്കില്ല, ഒരു ചൂടുമില്ല, ഫുള്ള് തണുപ്പായിരുന്നു, നല്ലൊരു ക്ലൈമറ്റ്. അപ്പോൾ പിന്നെ നമുക്ക് ഇനി ഇത് വൈൻഡപ്പ് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ളത് കാരണം കൊണ്ട് ഞാനിത് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വേറൊരു വീഡിയോ ഇടാം. അപ്പോൾ ബാക്കി സ്ഥലങ്ങളും വിശേഷങ്ങളും അതിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.